Ezra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti. മലപ്പുറം കീഴ്ശ്ശേരി മുണ്ടംപറമ്പിലെ ഓട്ടോ ഡ്രൈവറുടെ മരണം പല ചോദ്യങ്ങളും ഉയർത്തുന്ന വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നത്. ഉദ്യോഗസ്ഥർ കുറ്റക്കാരെല്ലാം തോന്നിക്കാണെങ്കിൽ സൂസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ സൂസൈഡ് ചെയ്യില്ലല്ലോ, അവർ കുറ്റക്കാരൻ തന്നെ ഉറപ്പാ. RT ഓഫീസുകളിലെ ഏജന്റുമാരുടെ ഇടപെടൽ സംബന്ധിച്ചാണ് ആക്ഷേപങ്ങൾ ഏറെയും. നമ്മൾ ഈ ഓട്ടോറിക്ഷ നമ്മൾ ഫിറ്റ്നസിന് വേണ്ടി RT ഓഫീസിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഏജന്റുമാരില്ല എന്നുണ്ടെങ്കിൽ ഇതിമേ ചെറിയൊരു പൈനിൻ്റെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ വരെ ആ ഓട്ടോ റിട്ടേൺ വിടുന്ന അവസ്ഥയാണ് കൊണ്ടോട്ടി RT ഓഫീസിലുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ റിഫ്ലക്റ്റ് ഏജന്റ് ഉണ്ടെങ്കിൽ ഈ റിഫ്ലക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഫിറ്റ്നസ് കിട്ടുന്നുണ്ട്. ഏജന്റ് ഇല്ല, ഈ റിഫ്ലക്സ് ഇല്ല, നമുക്ക് ഫിറ്റ്നസ് കിട്ടുന്നില്ല, മടക്കാണ്, അടുത്ത ആഴ്ച വാന്ന് പറയാണ്. ഇതുപോലെ തൊഴിലാളികളെ നിരന്തരം ക്രൂശിക്കുന്ന സ്വഭാവമാണ് ഉള്ളത്. നിലവിൽ നമ്മൾ ഓൺലൈനിൽ അപേക്ഷിക്കുകയാണെങ്കിൽ 460 രൂപയാണ് വരുന്നത്. അതിന് 1200 രൂപയാണ് ഏജന്റുമാർ ടോട്ടൽ നമ്മൾ വാങ്ങുന്നത്, തൊഴിലാളികളോട് വാങ്ങുന്നത്. ബാക്കി പൈസ ഏജന്റിനും RTOക്കും വീതം വെപ്പാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഈ നമ്മുടെ സുഹൃത്ത് സൗക്കത്ത്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഏജന്റുമാരാരാണോ RTO ഉദ്യോഗസ്ഥന്മാരാരാണോ എന്നറിയില്ല. പിന്നെ ഇതിൽ ഈ ഏജന്റുമാരിൽ തന്നെ ഈ കൂടുതൽ പിന്നെ MVDക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, കൈക്കൂലിയായിട്ട് കൊടുക്കുന്ന കുറച്ച് കൊടുക്കുന്നവരുണ്ടോ, അവർക്ക് അതിൽ തന്നെ ഒരു ഇതുണ്ട്. അതിനനുസരിച്ചാണ് നമുക്ക് വണ്ടിക്ക് ഫിറ്റ്നസ്സിൽ വരിക. അങ്ങനെ പലയാതി പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഈ വണ്ടിയിൽ തന്നെ ഇപ്പോൾ ഈ 10 മാസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ കീശ്ശേരി അങ്ങാടിയിൽ ഇതേ ലെവൽക്ക് ബ്രേക്ക് എടുത്ത് പോകുന്നത് എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 1 മാസം മുമ്പ് എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് എടുക്കാൻ പോയെന്ന് ഇതേ ഫിറ്റിങ്സുള്ള ഒരുപാട് വണ്ടിക്ക് പിന്നെ ബ്രേക്ക് കൊടുത്തത്, ഫിറ്റ്നസ് കൊടുത്തത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. ഞാൻ 1 മാസം മുമ്പ് എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് എടുക്കാൻ പോയതാണ്, ഫിറ്റ്നസ് എടുക്കാൻ പോയതാണ്, അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഏജൻറ്റുമാർക്ക് അനുസരിച്ചാണ് ഉദ്യോഗസ്ഥന്മാർ നീങ്ങുന്നത്. ഏജൻറ്റുമാരാരാണ് ഉദ്യോഗസ്ഥന്മാരാരാണെന്ന് ഒരു ഓഫീസിൽ MVD ഓഫീസിൽ ചെന്നാൽ അറിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏജന്റുമാരെ സംരക്ഷിക്കേണ്ട ബാധ്യത പറഞ്ഞാൽ ഏജന്റുമാർ വരുന്ന സമയത്ത് എന്താ ചെയ്യുക, ഇവർക്ക് കുറച്ച് ചിക്കിളി കിട്ടും, ഈ പൈസ കിട്ടും. നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ അത് കൈക്കൂലിയായി. ഏജന്റുമാരെന്ത് ചെയ്താൽ അറിയാതെ ഏജന്റുമാരെ കൊണ്ട് കൊടുക്കുമ്പോൾ കൈക്കൂലിയായില്ല. ഓൾക്ക് ആ പൈസ എന്ത് ചെയ്യുന്ന ഒരു ബിസിനസ് കാര്യങ്ങളോ ഒരു പരാതി കാര്യമായിട്ട് പോകണില്ല. ആ ഏജന്റിനുള്ള പൈസയാണെന്ന് ആ ലെവലിലാണ് വരുന്നത്. ഉദ്യോഗസ്ഥനുള്ള പൈസ അല്ല, ഏജന്റിനുള്ള പൈസ എന്നാണ് പോലും പറയണത്. പക്ഷേ ഈ പൈസ പോണത് എന്താണ്, എൻ്റെ ഉദ്യോഗസ്ഥനാണ്. ഏജന്റിന് തുച്ഛമായ വരുമാനമേ കിട്ടണുള്ളൂ, ബാക്കി പോണത് ഉദ്യോഗസ്ഥനാണ്. ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനു കാരണം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് കുറ്റപ്പെടുത്തുന്ന കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് മണിക്കൂറുകൾക്കകം യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കീഴ്ശ്ശേരി മുണ്ടംപറമ്പ് കോട്ടപ്പറമ്പ് ഷൗക്കത്തലിയാണ് വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ മരിച്ചത്. കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് തന്റെ ഉപജീവനമാർഗമായ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ പ്രയാസപ്പെടുത്തിയതിനെക്കുറിച്ചായിരുന്നു കുറിപ്പ്. മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണ് തന്റെ മരണത്തിൽ ഉത്തരവാദിയെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇതിലിപ്പോൾ RTO പറയുന്നുണ്ട് അതിൻ്റെ സൈഡിൽ ഒരു കമ്പി ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ബജാജ് എല്ലാ കമ്പനികളും വണ്ടി ഇറക്കുമ്പോൾ ഒരു ചെറിയ നൂല് പോലത്തെ ഒരു കമ്പിയാണ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഓട്ടോ ഡ്രൈവർക്ക് സേഫ്റ്റി അല്ല, യാത്രക്കാർക്ക് സേഫ്റ്റി അല്ല. അതിൻ്റെ ഭാഗമായിട്ടാണിത് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ എക്സ്ട്രാ കമ്പികൾ വെക്കുന്നത്. ഈ എക്സ്ട്രാ കമ്പികൾ വെക്കുന്നതോറും അപ്പോൾ ഡ്രൈവർക്ക് ഒന്ന് കുണ്ടിൽ ചാടുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ചുമമ്പോൾ ഈ ഒരു കമ്പി അവർക്ക് സേഫ്റ്റി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ അതൊരു മോഡിഫിക്കേഷനായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അതൊരു മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധിക്കില്ല. ഏജന്റുമാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരുപാട് ഏജന്റുമാർ അതിന് ശേഷം സമീപിച്ചു. അതായത് നവംബർ 25-നാണ് അദ്ദേഹം ആദ്യം അപേക്ഷ കൊടുക്കുന്നത്, അദ്ദേഹത്തിന് സ്ലോട്ട് കിട്ടുന്നത്. അങ്ങനെ നവംബർ മാസം 2025 നവംബർ മാസത്തിൽ സ്ലോട്ട് കിട്ടിയ സമയത്ത് ഒരു പെയിൻറ്റിൻ്റെ വിഷയം പറഞ്ഞു. അങ്ങനെ ആ പെയിൻറ്റ് മാറ്റി അടിച്ചു തരണമെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് അടിച്ചു കൊടുത്തു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ലാസ്റ്റ് ഒരുപാട് ഏജന്റുമാർ മുഖേന അദ്ദേഹം വന്നു. എല്ലാ ഏജന്റുമാരും പറയാം, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അവസാനം ഒരു ഏജന്റ് അദ്ദേഹത്തോട് സ്വകാര്യമായിട്ട് പറഞ്ഞതാണിത്. ഇനി ഏത് ഏജന്റിന്റെ കയ്യിലെത്തിയിട്ട് ഈ കാര്യമല്ല. ഈ ഏജന്റുമാരുടെ കയ്യിലൊക്കെ നിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, നിനക്ക് ബ്രേക്ക് കിട്ടില്ല, നിന്നെ കുറച്ച് നടത്തിപ്പിക്കാനാണ് MVD തീരുമാനം എന്ന് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പല സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തന്നെ പറയുന്നുണ്ട്, 4000 രൂപ 2000 MVD ഏജന്റിനെ ചെന്ന് കണ്ടു. അയാൾ രേഖകളെല്ലാം വാങ്ങി പരിശോധിച്ച ശേഷം സർക്കാർ ഫീസിന് പുറമെ 2000 നൽകിയാൽ വണ്ടി കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകാമെന്നും 4000 ആണെങ്കിൽ വണ്ടി കാണിക്കാതെ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നും പറഞ്ഞു. ഏജന്റ് പറഞ്ഞതാണത്, MVD പറഞ്ഞ് വർത്താനാണത്. 4000 ഉറുപ്പ്യ കൊടുത്താൽ വണ്ടി കാണുന്നേ വേണ്ട. എന്താ പറയുന്നത്, ഇവിടെ പൈസ കിട്ടണം, പണം അവർക്ക് കിട്ടണം.
അത് എല്ലാ ഏജന്റുമാരും ചെയ്യുന്ന പരിപാടി അതാ. അല്ല ഈ എം വി ഡി ദിവസന്മാർ ഏത് ഓഫീസ് ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം കാരണം ഈ എം വി ഡി ലെവലിലുള്ള നിയമങ്ങൾക്കൊരു കോർഡിനേഷൻ ഇല്ല എന്നുള്ളതാണ്. അതിലൊരു കോർഡിനേഷൻ വരുന്നത്, അതായത് എല്ലാ ഓഫീസിലും ഒരേ നിയമമാവണം. എന്നാൽ ഈ പൈസയുടെ പ്രശ്നമില്ല. ഏജന്റുമാരെന്തിനാ ഒരു സാധാരണക്കാരന് അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ ഫീസ് അടച്ചാൽ ഡേറ്റ് സ്ലോട്ട് കിട്ടൂലേ, ഡേറ്റ് കിട്ടും. ആ ഡേറ്റിൽ പോയി പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആണോ, വണ്ടിയുടെ ഫിറ്റ്നസ് റെഡി ആണോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു ബ്രേക്ക് കൊടുക്കണേന്? ഇതിലൊക്കെ എന്ത് മോഡിഫിക്കേഷൻ ഇതിൽ കാണാനുള്ളത്? ഇവരൊന്നും മോഡിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് ശക്തമായ നടപടി ഇതിൻ്റെ പേരിലുണ്ടാവണം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം. ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒന്നും പോരാ. നമ്മൾ ആവശ്യമാണ് ശക്തമായ നടപടി എടുക്കണം. ഇനിയൊരു ഷൗക്കത്തുമാർ ഉണ്ടാവാൻ പാടില്ല. ആഭ്യന്തര വകുപ്പിന് ഞങ്ങൾ പരാതി കൊടുത്തു പോകുന്നുണ്ട്, ഗതാഗത വകുപ്പിന് ഞങ്ങൾ പരാതി കൊടുത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി കോർഡിനേഷനായിട്ട് നാട്ടുകാരൊക്കെ കൂടി ചർച്ച ചെയ്തിട്ട് ഒരു ഒത്തൊരുമയിൽ ഞങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. മൊത്തത്തിൽ കീശേരി കോർഡിനേഷൻ്റെ കീഴിൽ മാക്സിമം ഡ്രൈവർമാരെ നിർത്തിക്കൊണ്ട് ഏജന്റുമാരില്ലാതെ ഫിറ്റ്നസ് എടുക്കാനുള്ള മാർഗം കണ്ടെത്താനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് എയർ 1. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.